നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ പുറകിലേക്ക് ഒരുപാട് സാമുദായികമായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് ഈ ജനങ്ങൾ കാണുന്നതിനും അപ്പുറത്താണ്. ഇപ്പം മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യമുള്ളൊരു ഭരണം വരുന്നു, അവരുടെ നോമിനി ആയി കൂടി സതീശൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യാൻ, ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു പണ്ട് NSSന്റെ സുകുമാരൻ നായരൊക്കെ പറഞ്ഞു ഒരു താക്കോൽ സ്ഥാനം ആർക്കെങ്കിലും പ്രബലമായിട്ടുള്ള ഹിന്ദു സമുദായത്തിൽ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറയുന്ന ഒരു തോന്നലിൽ അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതെങ്കിലും ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് വെറുതെ കൊടുത്ത് അവർക്ക് തൃപ്തി തോന്നില്ല, അവരുടെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് തോന്നുന്ന ആൾക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ ഈ MLA-മാരെ അതായത് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നിർത്തുന്നത് പോലും ഈ സമുദായപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്താണല്ലോ. ജാതിയുണ്ട്, ജാതിയിൽ ഉപജാതി നോക്കി അങ്ങനെയാണ് ഇപ്പൊ സീറ്റൊക്കെ കൊടുക്കുന്നത്. ഇതെല്ലാ പാർട്ടികളും ജാതിയും ഉപജാതിയും ഒക്കെ നോക്കി. കാരണം അവിടെ ഒരു 1000, 500, 2000 വോട്ടുകളോ ഇവർക്കൊന്നും വലിയ ശക്തികളുകൊണ്ടല്ല. അത് ഇപ്പൊ ഒരു 5000 വോട്ട് 1000 വോട്ടിന് ജയിക്കുന്ന സ്ഥലത്ത് ആ 10000 വോട്ട് 2 ലക്ഷത്തിൽ 1,90,000 ആളുകളും ജാതി നോക്കാതെ വോട്ട് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു 10,000 20,000 വോട്ട് ഇത്തരത്തിലുണ്ടെങ്കിൽ അത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ നിർത്തുന്നത്. അങ്ങനെ അല്ലാതെയൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് അമ്പലപ്പുഴയിൽ എച്ച് നിർത്തുമ്പോൾ അങ്ങനെ നോക്കിയിട്ടില്ല. അവിടെ മുസ്ലിംസ് കുറവായിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്, അതുകൊണ്ടാണ് നിർത്തുന്നത്. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് കേരളത്തിലെ മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആരൊക്കെ എത്ര ജാതിയിൽ നിന്ന് എത്ര പേര് വന്നു, എത്ര മതത്തിൽ നിന്ന് എത്ര പേര് വന്നു എന്നുള്ള കണക്കൊക്കെ എടുക്കും. അതേസമയം CPM ഭരിക്കുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. കാരണം CPM അവർ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളായിട്ട് പലപ്പോഴും പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പെടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചായിരിക്കും.